ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മലയാള പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. കുറേ ആയി ഇവരുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ട്. ആൻഡ് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ പുതിയ കുറേ വിശേഷങ്ങൾ ഇവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പുതിയ അതിഥി ഇവരുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലക്കി ഫാമിലി. സ്വാഗതം. സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയത്. സോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെ. ആൻഡ് കുടുംബത്തിലുള്ളൊരു അതിഥി കൂടി ലക്കി ഫാമിലിന്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് പ്രധാന വിശേഷം. സോ കല്യാണ ബഹളങ്ങളൊക്കെ തീർന്നോ? ആദ്യം അവരോട് ചോദിക്കാം, കല്യാണ ചെക്കനോട് കല്യാണ പെണ്ണോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഫീൽ? ഹാപ്പിയാണ്. ആളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണല്ലേ? കണ്ടിട്ടേ ഉള്ളൂ. ഈ ഫാമിലിയിൽ വന്നപ്പോ ആദ്യത്തെ ഇന്റർവ്യൂ എങ്ങനെയുണ്ട്? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുന്നതായിരിക്കും. സോ അമ്മയോട് വെച്ചോണ്ട് ചോദിക്കട്ടെ, കല്യാണം രണ്ടാമത്തെ ഞങ്ങളുടെ എല്ലാ ഇന്റർവ്യൂയിലും ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ചോദ്യം കിച്ചുവിന്റെ കല്യാണം. കിച്ചുവിന്റെ കല്യാണം കഴിഞ്ഞു. ഒരുപാട് പെൺകുട്ടികൾക്ക് വിഷമമായിട്ടുണ്ട്. ഫാൻ കോൾസ്. സോ എങ്ങനെയുണ്ട് ഫീല്? പറയൂ. ഫീല് സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. സന്തോഷാണ് അച്ഛാ. സന്തോഷമില്ലാതെ എന്താണെന്നൊക്കെ പറയൂ ആദ്യ ചേച്ചി. ആക്ച്വലി കിച്ചുന്റെ കല്യാണം നമ്മുടെ സത്യം പറഞ്ഞ ഡ്രീമാണ്. എന്റെ ചേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് വിളിച്ച് അങ്ങനെ നടത്തിയിട്ടില്ല. ജസ്റ്റ് നമ്മള് ഒളിച്ചോട്ട കല്യാണം എന്ന് വേണം പറയാം. ഒളിച്ചോട്ട കല്യാണം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മള് കല്യാണം കഴിച്ചതാണ്. അപ്പൊ നമുക്ക് പറ്റാത്ത കുറെ കാര്യങ്ങള് കിച്ചുന്റെ കല്യാണത്തോടുകൂടി നമുക്ക് സാധിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഹാപ്പി അല്ലേ? ഓൾറെഡി എല്ലാത്തിനും ചേച്ചിയും ചേട്ടനും ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം ഇവരോട് പറയാ. സോ ഈ കല്യാണം 2020 തൊട്ടുള്ള ലവ് സ്റ്റോറി പറയാനുണ്ട് ഇവർക്ക്. 2026 തുടക്കത്തിൽ തന്നെ കല്യാണം നടന്നു. സോ ആദ്യം ഇവരോട് ആരോടാ പറഞ്ഞേ ഈ ഒരു പ്രണയം? ചേച്ചിയോടായിരുന്നു. ചേട്ടൻ ചിരിക്കുന്നു. ചേച്ചി വഴി ചേട്ടൻ അറിഞ്ഞതാണോ? അല്ല, കിച്ചു എന്റെ അടുത്താണ് കൂടുതലും കൂട്ട്. ചേട്ടനെക്കാളും എന്റെ അടുത്താണ് കൂടുതൽ കൂടെ. അപ്പൊ അവന്റെ കാര്യം ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അനുവിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെ വീട്ടില് പറഞ്ഞു, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു, അനുവിനെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം അന്വേഷിക്കാം, പോവാം, വീട്ടിൽ പോയി ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ അവളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം വരെ എത്തിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നിമിഷം? കാരണം ഇത്ര വർഷം പ്രണയിച്ച് കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതെന്തായാലും ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളൊരു ഡ്രീം ആയിരുന്നു അത് കല്യാണം. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അവരുടെ എല്ലാം മുമ്പില് ഞങ്ങൾ ഒന്നായി തീരണമെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമായിരുന്നു. അച്ഛൻ അമ്മയുടെ സപ്പോർട്ടോടെ. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലക്കി ഫാമിലി എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ കാര്യം വീട്ടിൽ അറിഞ്ഞപ്പോ ഫ്രണ്ട്സിനായിരുന്നാലും അതിശയായിരുന്നു. ആ ഫാമിലിയിലോട്ടാണോ പോണേ? പിന്നെ അമ്മ, അച്ഛൻ, ചേച്ചി എല്ലാരും ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. പുതിയതായിട്ട് വന്നൊരു മരുമോളായിട്ടല്ല അമ്മ നോക്കണേ. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാഷ്വലായിട്ട് ഞങ്ങള് ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറയണേ. ഇപ്പൊ ഓൾറെഡി ഒരുപാട് മീഡിയസ്, നിങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങളായിരുന്നു നിറഞ്ഞുകൊണ്ടിരുന്നേ. കല്യാണ വിശേഷം മുഴുവൻ എല്ലാരും അറിഞ്ഞു കല്യാണം കഴിച്ചായിരിക്കും. എനിക്ക് ആ സമയത്ത് കുറെ നെഗറ്റീവ് വന്നത് അനു എന്താ ചിരിക്കാത്തതായിരുന്നു. ശരി, അതിന്റെ ഒരു റീസൺ എന്താ? ശരിക്കുള്ള കാര്യം എന്തായിരുന്നു? ചിരിക്കാത്തെന്ന് പറഞ്ഞാല് ഞങ്ങള് അതിന് തൊട്ട് ഒരാഴ്ച മുന്നേ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തലേ ദിവസം റിസപ്ഷൻ ഏകദേശം 10:45 വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ ക്ഷീണമായിരുന്നു. മെയിൻ ചിരിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ച്. അവള് ചിരിച്ചത് സത്യം പറഞ്ഞാൽ അന്നത്തെ ഓൺലൈൻ വീഡിയോസ് എടുത്തില്ലെന്ന് വേണം പറയാൻ. അല്ലാതെ അവള് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട് അവള് ചിരിച്ച വീഡിയോസ് എല്ലാം ഉണ്ട്. പക്ഷെ അവര് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ആ കാര്യം കൂടെ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ ചാനൽ കൂടെ പറയണമെന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് അനുവിന് വരാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവള് ചിരിച്ചില്ല. ഇപ്പോഴും ആൾക്കാരുടെ എന്ത് വീഡിയോ ഉണ്ടെങ്കിൽ അതിലെ കമന്റ്സ്, ഈ കുട്ടി ചിരിക്കുന്നില്ല, അടുത്ത ഞങ്ങളിട്ട വീഡിയോയില് ഈ കുട്ടി ഇപ്പോഴെങ്കിലും ചിരിച്ചല്ലോ എന്നുള്ള അങ്ങനെയുള്ള കമന്റ്സ്. അത് പറഞ്ഞു ചിരിപ്പിച്ചതാണ്. നമ്മൾ പറഞ്ഞിട്ടാണ് ചിരിപ്പിച്ചത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് താല്പര്യം ഇല്ലായിരുന്നു കല്യാണത്തിന്, ഭയങ്കര പ്രസ് ചെയ്തിട്ടാണ് ഈ കല്യാണത്തിന് ഞങ്ങളെ താല്പരിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിറയെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കമന്റ് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ലവ് മാരേജ് ചെയ്തിട്ട് പേഴ്സണലി അതിനേക്കാളും സങ്കടം എനിക്കുണ്ട് ചേച്ചി. പിന്നെ ചേട്ടൻ എന്തിനങ്ങനെയൊക്കെ നോക്കണം, നമുക്കറിയാലോ നമ്മുടെ കാര്യം. മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോ ഫേസ് ഒക്കെ ആകെ മാറി ഒരു ആറ്റിറ്റ്യൂഡ് പോലെ ലുക്കായി. എൻഗേജ്മെന്റിന്റെ വീഡിയോയിലും അങ്ങനെയായിരുന്നു.
ഞങ്ങൾ ആദ്യം ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പോസ്റ്റ് ആക്കി. അന്ന് തൊട്ട് ഈ നെഗറ്റീവ് വന്നു. പിന്നെ അതിനിടയ്ക്ക് നെഗറ്റീവ് മാറി. അവള് സീരീസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും നെഗറ്റീവ് മാറി. വീണ്ടും പിന്നെ ഈ കല്യാണം ആയതോടുകൂടി ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ വീഡിയോസ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും നെഗറ്റീവായി. ആൾക്ക് ഇത് പുതിയതായിരിക്കല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റീവ്സ് വരാം എന്നത് ഓൾറെഡി നിങ്ങൾക്ക് പോകുന്നുണ്ട്. പക്ഷെ അനുവിനെ സംബന്ധിച്ചിടത്ത് ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ചില കമന്റ് ഒക്കെ നമുക്ക് പേഴ്സണലി നമ്മളെ ടച്ച് ചെയ്യും. അതിന് ചേച്ചിയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവള് വന്ന് കയറിയ ആ കുടുംബം കലക്കും, ഇവരുടെ ബോണ്ട് ഇല്ലാതാക്കും, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് വരുമ്പം ഭയങ്കരമായിട്ട് അനുവിന് വിഷമം വരും. പിന്നെ അനുവിന്റെ ഫാമിലിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് ഒന്നും ആരും വായിച്ചു നോക്കേണ്ട, മൊത്തം നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആൾക്കാര് പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. നമുക്കിപ്പൊ എല്ലാരെയും പിടിച്ച് നമ്മൾ അധികം അങ്ങനെ റിപ്ലൈ കൊടുക്കൂല. പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമുക്ക് അവരുടെ വാ അടയ്ക്കാൻ വേണ്ടിട്ട് പറ്റില്ല. ഇതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോ നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കുന്നതല്ലേ. അങ്ങനെ കുറെ പേർക്ക് മനസ്സിലാവുമ്പോ ഇപ്പൊ ഞാനും അമ്മയും ആയിട്ടുള്ള ആദ്യത്തെ കുറെ റീൽസ് ഉണ്ടായിരുന്നു. അതായത് നിക്കിയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മയാണ് എന്നെ ഫുള്ള് നോക്കിയത്. ലക്കിനെ അങ്ങനെയായിരുന്നു, എന്റെ ഫാമിലി ഇല്ലായിരുന്നു. അപ്പൊ അമ്മയാണ് 2 ഡെലിവറി കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ആ സമയത്തും പറയുന്നുണ്ട് ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നും പിന്നെ ഇതുപോലെ ഇന്റർവ്യൂ വഴിയാണ് മനസ്സിലായത് ആൾക്കാർക്ക് ഞങ്ങൾ എന്താണെന്നുള്ള കാര്യം. പിന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം. അങ്ങനെയൊക്കെ. ചേട്ടൻ എന്റെ അച്ഛനെന്താ ഇപ്പൊ രണ്ടുപേരെ കൊണ്ട് പറയുന്നുണ്ടല്ലോ, പിന്നെ അതിന്റെ ഇടയ്ക്ക് പറയണ്ട. ചേട്ടൻ എന്ത് തോന്നുന്നു ഇപ്പം? എനിക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ എന്റെ കല്യാണത്തെക്കാരും നല്ലോണം എന്റെ അനിയന്റെ കല്യാണം എടുക്കാൻ പറ്റി. ഞാൻ നല്ലോണം ഹാപ്പിയാണ്. അതിന് വേണ്ടിട്ട് ഇനി ലീവ് ചെയ്യാനെ കിട്ടിയില്ല, വളരെ ലേറ്റ് ആയിട്ടാണ്. അതിൽ കുറച്ച് സങ്കടമുണ്ട്. ഞാൻ മാക്സിമം നോക്കി, എന്നാലും കിട്ടിയില്ല. കല്യാണത്തിന് ഒരു 3 ദിവസം മുന്നായിട്ടാണ് എത്തിയത്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹം, നിങ്ങളുടെ ഓൾറെഡി പ്ലാനിങ്ങേ ഉണ്ടാവും, കുറെ വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. സോ ഇപ്പം ചേട്ടന സമയത്ത് ലീവ് കുറവായിരുന്നു, ടോട്ടൽ എങ്ങനെയായിരുന്നു? എല്ലാം ആഗ്രഹിച്ച പോലെ നടത്താൻ പറ്റും? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇവന് ഓരോ കാര്യം ഇവളിങ്ങനെ തള്ളി വിടും. എടാ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഇങ്ങനെ. ചിലപ്പോ ഒരു ദിവസം ഫുള്ള് പറഞ്ഞാലേ ഇവ ആ കാര്യം ചെയ്യൂ. എങ്കിലും അവള് വിടൂല. എടാ നീ വാ, നമുക്ക് അങ്ങനെ ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ. പിന്നെ എല്ലാം മൊത്തം കാര്യം അങ്ങനെയാണ്. അതെ, ഷൂട്ടിന്റെ കാര്യം എന്നാലും ചേച്ചി നേരത്തെ 2 മണിക്ക് എണീറ്റിട്ട് ഇപ്പൊ 4 മണിക്കാണ് പോകുന്നത്. 2 മണിക്ക് എവള് പിന്നെ അവക്കന്ന് ഉറക്കം കൊടുക്കൂല. നമ്മള് കല്യാണത്തിന്റെ ലോഗയിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീറാം മൊത്തം ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ പോലും തോന്നില്ല ആ സമയത്ത്. മൊത്തം ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു. എന്തെങ്കിലും ഒരു വെറൈറ്റി സേവ് ദ ഡേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം നമ്മള് ഇട്ടപ്പോഴത്തേനും, അല്ലാതെ BTS ഇങ്ങനെ ഇട്ടപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരാണ് ഇതെന്തോന്ന് അങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു. ആ സിനിമ എടുക്കാനുള്ള ശ്രമമാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അല്ലാതെ ഔട്ട് ഇറങ്ങിയപ്പോഴത്തേനും മനസ്സിലായി ഇതിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ഓൾറെഡി ഇത് സത്യം പറഞ്ഞ വീഡിയോ കാണുന്നത് നിങ്ങളുടെ വീഡിയോ ആണെന്ന് ആളുകൾ പറയാറുണ്ട്. ശരിക്കും ഇതിൽ ഓരോരുത്തരിലൊക്കെയാണ്. ഫസ്റ്റ് ഇച്ചിരി സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എടത്തിയമ്മ ആൻഡ് ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാത്തിനും. സോ അതൊരു ഭയങ്കര ലെക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെങ്ങനെയാ കാണുന്നത് കിച്ചു? അതിനൊരു ഭാഗ്യമാണ് ചേട്ടൻ ചേച്ചി കിട്ടിയത്. അവരെ കല്യാണം ഞാനായിരുന്നു മൊത്തം സപ്പോർട്ട്. ഞാൻ പഠിച്ചതാണ് ചേച്ചിയും പഠിച്ചത്. ചേട്ടൻ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു, എല്ലാ കാര്യങ്ങളും വിവരങ്ങൾ ചെന്ന് പറയുന്നത് ഞാനായിരുന്നു ചേച്ചിയുടെ അടുത്ത്. അങ്ങനെ അവരെ കല്യാണത്തിന് മൊത്തം സപ്പോർട്ട് ഞാനായിരുന്നു. നമ്മളെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവനായിരുന്നു അടിയിൽ കൂടെ പാറ വെച്ചോണ്ട് അറിഞ്ഞില്ല. നേരത്തെ തൊട്ട് ഞാനും ചേച്ചിയും കമ്പനി കൂട്ടായിരുന്നു. ഭയങ്കര ശരിക്കും ചേച്ചി അനിയൻ എടത്തിയമ്മ ഫീൽ ചില സമയത്ത് ഫ്രണ്ട്സ് പോലെയും അങ്ങനെയൊക്കെ രീതിയിൽ. പിന്നെ കിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. ചിലപ്പോ അമ്മയും അച്ഛനും പറയുന്ന ചില കാര്യങ്ങൾ അവൻ മാറ്റി കളഞ്ഞിരുന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഇല്ല കേൾക്കും. അത് ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇത് പാരന്റ്സിനെ സംബന്ധിച്ചിട്ട് ചോദിക്കട്ടെ, 2 മക്കളും കട്ടൊക്കെ കൂടെ നിൽക്കുക, പരസ്പരം മോട്ടിവേഷൻ കൊടുക്കുക, തളരരുത് അമ്മക്കുട്ടി. ഇപ്പൊ വീഡിയോ ഇട്ടെങ്കിൽ ചേട്ടൻ വിളിച്ചു പറയാം, വീഡിയോ ഇടണം, ചേച്ചി അതിന് വഴക്ക് പറയാ. സോ ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ എന്താ തോന്നുക ആസ് എ പാരന്റ്സ് എന്ന നിലയില്? ഇവരുടെ സ്നേഹം കാണുമ്പോ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവള്
പറഞ്ഞിങ്ങനെ ചെയ്യിക്കും. ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഞാൻ പിന്നെ എനിക്ക് ചിലപ്പോൾ ഇവൻ്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇവൻ കേൾക്കൂല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് ഞാൻ ഉടനെ മോളോട് പറയും, പാറു ഇങ്ങനെയാണ്, നീ അവൻ്റെ കൂടി പറയും. കാരണം എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞ ഇവൻ കേൾക്കും. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു അമ്മ പെറ്റ മക്കള് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പരസ്പരം അവർക്ക് ആ ഒരു ധാരണ ഉണ്ടാവൂല. പക്ഷേ അവള് പറഞ്ഞ എല്ലാം ഇവൻ കേൾക്കും. ഇവളും അവന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടൻ ചെന്ന് എൻ്റെ കൂടെയല്ല പറയണത്, ചേച്ചിയോട് പറയും, ചേച്ചി ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവൻ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കുന്നത് അവള് തന്നെയാണ്. ഫേസ് മാറുമ്പം പെട്ടെന്ന് അവൻ കണ്ടുപിടിക്കും, എന്ത് പറ്റിയടാ നിനക്ക്, എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം. അതിലൊക്കെ ഞാൻ എന്തോന്ന് നമ്മള് സന്തുഷ്ടരാണ്. ഭാഗ്യാണ്, ഒരു ഭാഗ്യമാണ്. അച്ഛൻ എന്താ പറയല്ലേ? അച്ഛൻ പറ, സംസാരിക്കാൻ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അവളാണ് ഇതിന്റെ നമ്മുടെ വീട്ടിന്റെ ഇത് ഇത്രയും ദിവസം ഇതുവരെ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ അവള് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മക്കളെക്കാളും ഒരു ഇത് ഏത് കാര്യത്തിനായാലും എന്തിനായാലും ഒരു ധൈര്യം എന്തിനായാലും അങ്ങനെ അവള് തന്നെ പിടിക്കി.